എല്ലാവർക്കും അശ്വസ് സിഎംഎ മലയാളത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ കഴിഞ്ഞ ജൂൺ 2025 സിഎംഎ ഇന്റർമീഡിയറ്റിന്റെ ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് ടാക്സേഷൻ എന്ന സബ്ജക്റ്റിലെ സെക്ഷൻ എയിലെ 15 MCQസിന്റെ ആൻസേഴ്സ് ആണ് നോക്കുന്നത്. സോ അറിയാലോ, ഇപ്പം നമുക്ക് ഫസ്റ്റത്തെ 15 ക്വസ്റ്റ്യൻസ് MCQs ആണ്. ഓരോ ക്വസ്റ്റ്യനും 2 മാർക്ക് വെച്ചിട്ട് ടോട്ടൽ 30 മാർക്സ് ആണ് നമുക്ക് ഇപ്പൊ MCQല് വരുന്നത്. സോ MCQന് ഇപ്പം നമ്മളുടെ CMA ഇന്റർമീഡിയറ്റിലും അല്ലെങ്കിൽ ഫൈനലിലാണെങ്കിലും MCQസിന് നല്ല ഇമ്പോർട്ടൻസ് ഉണ്ട്. സോ നമുക്ക് ഇതിന്റെ ആൻസേഴ്സ് എന്താണെന്നുള്ളത് നോക്കാം. So first question, for assessment year 2025-26, as per Income Tax Act 1961, liability to deduct TDS under section 193 in case of interest on security arises at the time of. നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ ഡിഡക്ഷൻ TDSല് സെക്ഷൻ 193 എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് ഓൺ പേയ്മെന്റ് ഓഫ് സെക്യൂരിറ്റീസ് ആണ്. സോ അത് നമ്മൾ ഈ അസസ്മെന്റ് ഇയർ 2025-26 പ്രകാരം ആ ഒരു TDS ഡിഡക്ട് ചെയ്യേണ്ടത് ഈ താഴെ പറയുന്ന ഏത് സാഹചര്യങ്ങളിലാണ്? ഒന്ന്, അക്രൂവൽ ഓഫ് ഇൻട്രസ്റ്റിന്റെ ടൈമിലാണോ, പേയ്മെന്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണോ, ക്രെഡിറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ടു ദി അക്കൗണ്ട് ഓഫ് പേ ഓർ ഇൻട്രസ്റ്റ് പേയബിൾ അക്കൗണ്ട് ഓർ പേയ്മെന്റ് ദെയർ ഓഫ് വിച്ച് എവർ ഈസ് ഏർലിയർ ആണോ, ഓർ ഓപ്ഷൻ ഡി നൺ ഓഫ് ദി അബവ് ആണ്. നമ്മൾ ആ റൂള് TDSന്റെ സെക്ഷൻ പഠിക്കുന്ന സമയത്ത് അതിൽ കൊടുത്തിട്ടുണ്ട്. അസസ്സീഡ് അതായത് പെയ്ഡ് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യുന്ന ദിവസമോ അല്ലെങ്കിൽ പേയബിൾ അക്കൗണ്ട് ഇൻട്രസ്റ്റ് പേയബിൾ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യുന്ന ദിവസമോ ഓർ പേയ്മെന്റ് കൊടുക്കുന്ന സമയത്തോ ഈ ഡേറ്റ്സിൽ ഏതാണോ ഏർലിയർ ഡേറ്റ് ആ ഡേറ്റിലായിരിക്കും നമ്മൾ TDS ഡിഡക്ട് ചെയ്യുന്നത്. സോ ഇതിന്റെ ആൻസർ വന്നിട്ട് ഓപ്ഷൻ സി ആണ്. Second one നോക്കാം. For the assessment year 2025-26, deduction under section 80JJAA of Income Tax Act 1961 in respect of employees of new workers shall be allowed to. ഈ 25-26 അസസ്മെന്റ് പ്രകാരം നമ്മൾ 80JJAA നമ്മൾ പുതിയ എംപ്ലോയീസ് ഒക്കെ ജോലിയിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ഡിഡക്ഷൻ കിട്ടുന്ന സെക്ഷൻ ആണ്. അത് ഏത് ടൈപ്പ് ഓഫ് താഴെ പറയുന്ന ഏത് അസസിക്കാണ് അത് ആപ്ലിക്കബിൾ ആണെന്നാണ് ചോദിക്കുന്നത്. സോ ഓപ്ഷൻ എ, എനി അസസി ടു ഹും 44AB അപ്ലൈസ്. 44AB അപ്ലൈ ചെയ്യാൻ ആപ്ലിക്കബിൾ ആയിട്ടുള്ള അസസിക്കാണോ, ഓർ ഓൾ അസസിക്കാണോ, ആൻഡ് ഇന്ത്യൻ കമ്പനിയാണോ, നൺ ഓഫ് ദി അബവ് ആണ്. സോ അതിന്റെ ആൻസർ എന്താ? ആൻസർ ഓപ്ഷൻ എ ആണ്. 44AB പ്രകാരം വോട്ട് ചെയ്യുന്നവർക്ക് മാത്രമാണ് ഈ 80JJAA പ്രകാരം ഡിഡക്ഷൻ നമുക്ക് കിട്ടുള്ളൂ. Third one, PRT Limited, a domestic Indian company, bought back its 10,000 shares from 10 shareholders on 15th November 2024. ഈ ഡേറ്റ് ഓർത്ത് വെച്ചോളൂ, ഡേറ്റിൽ ഇമ്പോർട്ടൻസ് ഉണ്ട്. സോ ഇവിടെ ബൈബാക്ക് ഓഫ് ഷെയർസ് ആണ് സംഭവം. നമ്മൾ ഡൊമസ്റ്റിക് കമ്പനി ഒരു 10 ഷെയർ ഹോൾഡേഴ്സിന്റെ കയ്യിൽ 10,000 ഷെയർസ് 15 നവംബറിൽ ബൈബാക്ക് ചെയ്തു. ദി ഒറിജിനൽ ഇഷ്യൂ പ്രൈസ് വാസ് 110 പെർ ഷെയർ. ഒരു ഷെയറിന്റെ ഒറിജിനൽ പ്രൈസ് 110 രൂപയായിരുന്നു. ബൈബാക്ക് പ്രൈസ് 300 റുപ്പീസ് ആയിരുന്നു. അങ്ങനെയാണെങ്കിൽ ഇൻകം ടാക്സ് ആക്ട് 1961 പ്രകാരം എന്തായിരിക്കും അതിന്റെ ടാക്സ് ട്രീറ്റ്മെന്റ് എന്നാണ് ചോദിക്കുന്നത്. ഓപ്ഷൻ എ, PRT Limited needs to pay additional income tax on such buyback. It will be treated as capital gain in the hands of shareholder. It will be treated as deemed dividend and taxable under income from other sources in the hands of shareholder. It will be treated as dividend and PRT Limited needs to pay dividend distribution tax on the same. ഈ ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ നോർമലി സ്റ്റുഡൻസ് എന്താ ചെയ്യുക? എല്ലാവരും ഓപ്ഷൻ എ അങ്ങോട്ട് എഴുതി വെക്കും. അഡീഷണൽ ഇൻകം ടാക്സ് കൊടുക്കണം, ബിക്കോസ് ഇറ്റ്സ് ബൈബാക്ക് ആണ്. സോ 20% അഡീഷണൽ ബൈബാക്ക് വരുന്നുള്ള അഡീഷണൽ ഇൻകം ടാക്സ് വരുന്നുള്ള ഒരു ഓപ്ഷനിലായിരിക്കും മിക്കവരും എഴുതാൻ സാധ്യത. ബട്ട് നമുക്ക് നിങ്ങളുടെ ടെക്സ്റ്റില് പേജ് നമ്പർ 326 ഇതിന്റെ ഒരു ക്ലാരിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. ക്യാപിറ്റൽ ഗെയിൻ ഓൺ ബൈബാക്ക് ഓഫ് ഓൺ സെക്യൂരിറ്റീസ്. ഓൺ സെക്യൂരിറ്റീസ് ബൈബാക്ക് ചെയ്യുന്ന സമയത്ത് with effect from 1st October 2024, money received by the shareholder on account of the buyback of shares shall be treated as dividend income in the hands of shareholder and taxable under the head income from other sources. However, company is required to deduct TDS under section 194. സോ ഇവിടെ എന്താ പറയുന്നത്? ഡിവിഡൻഡ് ഇൻകം ആയിട്ട് ഷെയർ ഹോൾഡേഴ്സിന്റെ കയ്യിൽ അത് ട്രീറ്റ് ചെയ്യും. നമ്മൾ എന്നിട്ട് ഏത് ഹെഡിലാണ് കാണിക്കുന്നത്? ഇൻകം ഫ്രം അതർ സോഴ്സസിലാണ് കാണിക്കുന്നത്. സോ നമ്മളുടെ ആൻസർ ഇത് ഈ ഒരു ട്രാൻസാക്ഷൻ ഈ ഒരു ബൈബാക്ക് നടക്കുന്നത് ആഫ്റ്റർ 1/10/2024 ആണ്. സോ ടാക്സ് പോയിന്റ് എന്ന് പറഞ്ഞ് കൊടുക്കുന്നതിൽ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇവിടെ നമ്മൾ ബൈബാക്ക് ചെയ്യുന്നത് 15th നവംബറിലാണ്. സോ ഇത് ആഫ്റ്റർ ഒക്ടോബർ 1 ശേഷമാണ്. സോ ഓപ്ഷൻ ആൻസർ എന്തായിരിക്കും? ആൻസർ ഓപ്ഷൻ സി ആണ്. ഇത് നോക്കാം. Nakul won rupees 6,000 as a lotteri prize on 12th
April 2024. What is the amount of TDS on such winning under the Income Tax Act 1961? നിങ്ങൾക്ക് ലോട്ടറി ഇൻകത്തിന്റെ കേസിൽ ടി ഡി എസിന്റെ കേസിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും 10,000 എബവ് ആണ് നമ്മൾ വിൻ ചെയ്തിരിക്കുന്ന മണിയെങ്കിലാണ് ടി ഡി എസ് ആപ്ലിക്കബിൾ ആവുന്നത്. സോ ഇത് ബിലോ 10,000 ആണ്. സോ ഡെഫിനറ്റ്ലി ഇവിടെ എന്ത് വരില്ല, ടി ഡി എസ് ഡിഡക്ട് ചെയ്യേണ്ടി വരില്ല. സോ ആൻസർ ഓപ്ഷൻ എ ആണ്. ഇത് കൂടുതൽ ഡിസ്കസ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്ന ഒരു ടോപ്പിക് ആണത്. സോ ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ നോക്കാം. Who from the following will be considered as a specified employee of ABC Private Limited as defined under Section 17(2) subclause 3 of the Income Tax Act 1961 for the assessment year 2025-26? ഈ താഴെ പറയുന്ന ഏത് കണ്ടീഷനിലുള്ള ഒരു എംപ്ലോയി ആണ് നമ്മൾ സ്പെസിഫൈഡ് എംപ്ലോയി എന്ന് പറയുന്നത് ആസ് പെർ ഇൻകം ടാക്സ് ആക്ട്? സോ ഓപ്ഷൻ എ നോക്കാം. മിസ്റ്റർ ഡി, എ പാർട്ട് ടൈം ഡയറക്ടർ എംപ്ലോയ് but resigned on 2nd May 2024. Mr. E, who hold 15% of equity shares and his wife hold 6% of its equity share. Mr. F, who joined it on 1st February 2025 and his taxable monetary salary for the year from ABC Private Limited is 50,000 rupees per month. And option D, none of the above. ഈ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ കുട്ടികൾ എഴുതാൻ സാധ്യത ഓപ്ഷൻ സി ആണ്. ബിക്കോസ് 50,000 എക്സീഡ് ചെയ്യുന്നുണ്ടല്ലോ റിസീവ് ചെയ്യുന്ന സാലറി. അതുകൊണ്ട് ഓപ്ഷൻ സി എഴുതാനായിരിക്കും സാധ്യത. പക്ഷെ നിങ്ങൾ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് ഉണ്ട്. 50,000 പെർ മന്ത് ആണ്. ഫെബ്രുവരിയിലാണ് ആള് ജോയിൻ ചെയ്തത്. സോ 2 months സാലറി എന്ന് പറയുമ്പോൾ ടോട്ടൽ 1 lakh rupees ആയിരിക്കും അദ്ദേഹം ആ ഒരു ഫിനാൻഷ്യൽ ഇയറിൽ റിസീവ് ചെയ്തിരിക്കുന്ന സാലറി. ഇനി ഓൾഡ് ടാക്സ് റെജീമിലാണെങ്കിൽ അദ്ദേഹത്തിന് 50,000 എന്ത് കിട്ടും? സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ കിട്ടും, വിച്ച് ഇസ് ബിലോ 1 lakh rupees. ഇനി പുതിയ ഡിഫോൾട്ട് ടാക്സ് റെജീം ആണെങ്കിൽ ഹി വിൽ ഗെറ്റ് എ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ₹4 75,000. അങ്ങനെയാണെങ്കിലും 1 lakh minus 75,000 25,000 ടാക്സിബിൾ വരുന്നുള്ളൂ. ഇത് എന്ത് ചെയ്യുന്നില്ല, 50,000 എക്സീഡ് ചെയ്യുന്നില്ല. സോ ഓപ്ഷൻ സി എന്തായാലും ആൻസർ അല്ല. പിന്നെ ഓപ്ഷൻ ബി നോക്കാം. നമ്മൾ സ്പെസിഫൈഡ് എംപ്ലോയിയുടെ ഡെഫിനിഷൻ ഞാൻ നിങ്ങളുടെ ടെക്സ്റ്റിൽ കാണിച്ചു തരാം. പേജ് 119 പറഞ്ഞിരിക്കുന്നത്. 119 സ്പെസിഫൈഡ് എംപ്ലോയിയുടെ കേസിൽ നോക്കിയാൽ മനസ്സിലാവും. വൺ സെക്കൻഡ്. അതായത് എംപ്ലോയി, അതായത് മിസ്റ്റർ ഇ എന്ന് പറയുന്ന ആള് 15% ഇക്വിറ്റി ഷെയർസും വൈഫ് 6% ഇക്വിറ്റി ഷെയർസും ആണ് ഹോൾഡ് ചെയ്തിരിക്കുന്നത്. സോ ഇവര് രണ്ടും സെപ്പറേറ്റ് ആയിട്ടാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്. ആ സെപ്പറേറ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ 20% എന്ത് ചെയ്യുന്നില്ല, 20% എക്സീഡ് ചെയ്യുന്നില്ല. അതുകൊണ്ട് എന്തല്ല, ഇതൊരു സ്പെസിഫൈഡ് എംപ്ലോയി ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. നിങ്ങളുടെ ടെക്സ്റ്റിൽ വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. സോ അതൊന്ന് നോക്കുക. ദെൻ ഓപ്ഷൻ എ ആണ് പിന്നെയുള്ളത്. ഈ പാർട്ട് ടൈം ഡയറക്ടർ ആണ് മിസ്റ്റർ ഡി. പക്ഷെ അദ്ദേഹം മെയ് 2 റിസൈൻ ചെയ്യുകയും ചെയ്തു. സോ മെയ് 2 റിസൈൻ ചെയ്താലും അദ്ദേഹം ഡയറക്ടർ ഫുൾ ഫിനാൻഷ്യൽ ഇയറിൽ ഇരുന്നില്ലെങ്കിലും അദ്ദേഹം ആ കമ്പനിയിലെ ഡയറക്ടർ ആയിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അദ്ദേഹം എന്തായിരിക്കും, സ്പെസിഫൈഡ് എംപ്ലോയി ആയിരിക്കും. സോ നമ്മളുടെ സെയിം ഒരു എക്സാമ്പിൾ നിങ്ങളുടെ ടെക്സ്റ്റിൽ കിടക്കുന്നുണ്ടോ? മിസ്റ്റർ മോഹൻ ഹോൾഡ് 18% ഇക്വിറ്റി ഷെയർസ് ഓഫ് എക്സ് ലിമിറ്റഡ് ആൻഡ് ഹിസ് വൈഫ് ഹോൾഡ് 7% ഇക്വിറ്റി ഷെയർസ് ഓഫ് ദി സെയിം കമ്പനി. ഇൻ സച്ച് കേസ് മിസ്റ്റർ മോഹൻ വിൽ നോട്ട് ബി ട്രീറ്റഡ് ആസ് സ്പെസിഫൈഡ് എംപ്ലോയി. വൈ? ഇവര് രണ്ടുപേരും സെപ്പറേറ്റ് ആയിട്ടാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്. ഇവര് ഹോൾഡ് ചെയ്യുന്നത് 20% ഓർ മോർ ഓഫ് ദി വോട്ടിംഗ് പവർ ആയിരിക്കണം ഒരാള് ഹോൾഡ് ചെയ്യേണ്ടത്. ഇവിടെ രണ്ടുപേരും ഒരുമിച്ച് നമ്മൾ കൺസിഡർ ചെയ്യില്ല. അവര് രണ്ടുപേരും സെപ്പറേറ്റ്ലി. ഇപ്പം നമുക്ക് ക്വസ്റ്റ്യൻ തന്നിരുന്നതിൽ മിസ്റ്റർ ഇ ഒരു 25 ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അദ്ദേഹം സ്പെസിഫൈഡ് എംപ്ലോയി ആയി. അങ്ങനെ ചെയ്യാത്ത പക്ഷം അതെന്താ അല്ല, സ്പെസിഫൈഡ് എംപ്ലോയി അല്ല. പക്ഷെ ഡയറക്ടർ ആണെങ്കിൽ കണ്ടോ, സ്പെസിഫൈഡ് എംപ്ലോയി മീൻസ് എ ഡയറക്ടർ എംപ്ലോയി. ഇറ്റ് ഈസ് ഇമ്മെറ്റീരിയൽ, നമ്മൾ റിലവന്റ് അല്ല വെദർ ഹി ഈസ് എ നോമിനി ഓഫ് ദി വർക്കേഴ്സ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓർ ദി ബോർഡ്, വെദർ ദ എംപ്ലോയി ഈസ് ഫുൾ ടൈം ഡയറക്ടർ ഓർ പാർട്ട് ടൈം ഡയറക്ടർ, വെദർ ഹി വാസ് ഡയറക്ടർ ത്രൂ ഔട്ട് ദി പ്രീവിയസ് ഇയർ ഓർ നോട്ട്. പ്രീവിയസ് ഇയറിൽ ഫുള്ളി അദ്ദേഹം നമ്മളുടെ ഡയറക്ടർ ആവണം എന്നൊന്നും നിർബന്ധമൊന്നുമില്ല. ജസ്റ്റ് ഡയറക്ടർ ആണെങ്കിൽ ഡെഫിനറ്റ്ലി ഹി ഈസ് എ സ്പെസിഫൈഡ് എംപ്ലോയി. സോ ആൻസർ ഓപ്ഷൻ എ ആണ്. നോക്കാം അടുത്ത ക്വസ്റ്റ്യൻ. ഫോർ ദ പ്രീവിയസ് ഇയർ 2024-25
The standard deduction from family pension under default new tax regime and under old tax regime is dash and dash rupees respectively. So previous year 2024-25 എന്ന് പറയുമ്പോൾ അസസ്മെന്റ് ഇയർ 2025-26 25-26 അസസ്മെന്റ് ഇയർ പ്രകാരം ഈ ഫാമിലി പെൻഷന്റെ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ എത്രയാണ്, ഡീഫോൾട്ട് ടാക്സ് റിജീമിൽ എത്രയാണ്, കറന്റ് ഓൾഡ് ടാക്സ് റിജീമിൽ എന്താണെന്നാണ് ചോദിക്കുന്നത്. നിങ്ങളുടെ അമെന്റ്മെന്റ്സ് നിങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഈ ഒരു ജൂൺ അറ്റംപ്റ്റിന്റെ അമെന്റ്മെന്റ്സ് ഇറക്കിയിരിക്കുന്ന ആ ഒരു നോട്ടില് പേജ് നമ്പർ 9 നിങ്ങൾക്ക് കാണാൻ പറ്റും. സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ഫ്രം ഫാമിലി പെൻഷൻ എന്നുള്ളത് 15,000 ആണ് നോർമലി സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ അവൈലബിൾ ആയിട്ടുള്ളത്. പക്ഷേ അമെന്റ്മെന്റ് സംഭവിച്ചിരിക്കുന്നത് ഡീഫോൾട്ട് ടാക്സ് റെജീമിലാണ് അസസി ടാക്സ് ചെയ്യുന്നതെങ്കിൽ 25,000 ആണ് നമ്മൾ ഇപ്പം ചേഞ്ച് ആയിരിക്കുന്ന ഇൻക്രീസ്ഡ് എമൗണ്ട് ഓഫ് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ. സോ അത് മനസ്സിലാക്കേണ്ടത് തൊട്ട് താഴെ പറയുന്ന അടുത്ത പോയിന്റോട് നോക്കുക. ഇറ്റ് ഈസ് ടു ബി നോട്ടഡ് ദാറ്റ് ദർ ഇസ് നോ ചേഞ്ച് ഇൻ ദി സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ഇഫ് ദ അസസി ഹാസ് ഓപ്റ്റഡ് ഫോർ ഓൾഡ് ടാക്സ് റെജീം. ഓൾഡ് ടാക്സ് റെജീമിലാണ് അദ്ദേഹം ഓപ്റ്റ് ചെയ്യുന്നതെങ്കിൽ ഡീഫോൾട്ട് സ്റ്റാൻഡേർഡ് ഡിഡക്ഷനിൽ എന്ത് ചെയ്യുന്നില്ല, വ്യത്യാസമൊന്നും വരുന്നില്ല. സോ ഓൾഡ് ടാക്സ് റെജീമിൽ 15,000 തന്നെയാണ്. പക്ഷെ ന്യൂ ടാക്സ് റെജീമിൽ എത്രയായി, 25,000 ആയി. സോ ക്വസ്റ്റ്യനിൽ ആദ്യം ചോദിച്ചിരിക്കുന്നത് ഡീഫോൾട്ട് ടാക്സ് റെജീമാണ്. സോ ഡീഫോൾട്ട് ടാക്സ് റെജീമിന് 25,000ഉം ഓൾഡ് ടാക്സ് റെജീമിൽ 15,000. ആൻസർ എന്താണ്? ഓപ്ഷൻ ഡി ആണ്. അടുത്തത് GST എന്നാണ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് എ സപ്ലൈ അണ്ടർ CGST ആക്ട് 2017. CGST ആക്ട് 2017 പ്രകാരം ഈ താഴെ പറയുന്നതിൽ ഏതാണ് സപ്ലൈ ആയിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യാത്തത്? IDTയുടെ പേജ് 50 ഇതിന്റെ ഡീറ്റെയിൽ. Import of accounting services for business purpose free of cost from a dependent father residing in USA. സോ US റിസൈഡ് ചെയ്യുന്ന ഫാദറിന്റെ നിന്ന് നമ്മൾ ഫ്രീ ഓഫ് കോസ്റ്റില് ബിസിനസ് പർപ്പസിന് വേണ്ടി കുറച്ച് അക്കൗണ്ടിങ് സർവീസസ് ഇമ്പോർട്ട് ചെയ്തു. സോ അതാണോ അതിന്റെ ആൻസർ? ഓർ a machinery disposed of free of cost on which ITC has been availed. ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് അവൈൽ ചെയ്തിരിക്കുന്ന ഒരു മെഷീനറി നമ്മൾ ഫ്രീ ഓഫ് കോസ്റ്റ് ഡിസ്പോസ് ചെയ്തതാണോ? Goods supplied of free of cost by X and Sons to its agent for further supply to customer at 5,000, for which invoice will be issued by the agent in his own name. സോ ഫ്രീ ഓഫ് കോസ്റ്റിൽ ഗുഡ്സ് സപ്ലൈ ചെയ്തിരിക്കുന്ന മറ്റൊരു കേസാണ്. ഓർ ആൻ എക്സ്പെൻസീവ് വാച്ച് ഓഫ് ₹50,000 gifted to an employee, no other gift provided to such employee during the entire financial year. സോ സപ്ലൈ ആയിട്ട് ട്രീറ്റ് ചെയ്യാത്തതാണ് നമ്മൾ ഈ ക്വസ്റ്റ്യൻ നിന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. നമുക്കറിയാം നമ്മൾ എംപ്ലോയീസിന് ഗിഫ്റ്റ് കൊടുക്കുന്നത് ഒരു ഫിനാൻഷ്യൽ ഇയറിൽ 50,000 എക്സീഡ് ചെയ്താലാണ് അത് നമുക്ക് എന്താവുള്ളൂ, സപ്ലൈ ആയിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യുള്ളൂ. പക്ഷെ ഈ ഒരു കേസിൽ ആ എക്സ്പെൻസീവ് വാച്ച് ബിൽ അപ് ടു 50,000 വരെ ഉള്ളൂ. അതിന് 50,001 എന്നില്ല, 50,000 ആണ്. സോ നോട്ട് എക്സീഡിങ് 50,000 ആണ്. സോ ആ കേസിൽ നമുക്ക് ഈ ഒരു 7th ക്വസ്റ്റിന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ബാക്കി 3 സിറ്റുവേഷനും ഇറ്റ്സ് കൺസിഡേർഡ് ആസ് ഡീംഡ് സപ്ലൈ. 8th വൺ നോക്കാം. As per GST law, if the goods are received in installment, then input tax credit. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മളിപ്പോ നിങ്ങളെ പഠിപ്പിക്കുന്ന സമയത്തൊക്കെ പറഞ്ഞിട്ടുണ്ടാവും ഗുഡ്സ് ലോഡ്സ് ആയിട്ടോ അല്ലെങ്കിൽ ഇൻസ്റ്റാൾമെന്റ് ആയിട്ടോ ആണ് നമുക്ക് റിസീവ് ചെയ്യുന്നത് എങ്കിൽ ITC നമുക്ക് എപ്പോഴാണ് ക്ലെയിം ചെയ്യാൻ പറ്റുക? ഓപ്ഷൻ എ ക്യാൻ ബി ടേക്കൺ പ്രൊപ്പോർഷണലി ഓൺ റിസീപ്റ്റ് ഓഫ് ഈച്ച് ഇൻസ്റ്റാൾമെന്റ്, ക്യാൻ ബി ടേക്കൺ 100% ഓൺ റിസീപ്റ്റ് ഓഫ് ഫസ്റ്റ് ഇൻസ്റ്റാൾമെന്റ്, ക്യാൻ ബി ടേക്കൺ ഓൺലി ഓൺ റിസീപ്റ്റ് ഓഫ് ലാസ്റ്റ് ഇൻസ്റ്റാൾമെന്റ്, can be taken 50% on receipt of first installment and the balance 50% on the last installment. ഡെഫിനറ്റ്ലി ഇതിന്റെ ആൻസർ ഓപ്ഷൻ സി ആണ്. കാരണം നമുക്ക് ലാസ്റ്റ് ഇൻസ്റ്റാൾമെന്റ് വരെ റിസീവ് ചെയ്തതിന് ശേഷം മാത്രമാണ് നമുക്ക് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ക്ലെയിം ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അടുത്തത് നോക്കുക. ആസ് പെർ the provision of GST law, what will be the place of supply when food supplier is registered in Pune, is taken on board at Mumbai from an aircraft departing from Pune to Chennai via Mumbai and Kolkata. So ഇവിടെ നമുക്ക് പ്ലേസ് ഓഫ് സപ്ലൈ ആണ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നത് ഫുഡാണ്. ഫുഡ് ബോർഡിലേക്ക് ടേക്ക് ചെയ്യുന്നത് എവിടെ വെച്ചിട്ടാണ്? മുംബൈയിൽ നിന്നാണ് ഫുഡ് ബോർഡിലേക്ക്, അതായത് ഫ്ലൈറ്റിലേക്ക് ബോർഡ് ചെയ്യുന്നത്. പിന്നെ എയർക്രാഫ്റ്റ് ഡിപ്പാർട്ട് ചെയ്യുന്നത് പൂനെ ടു ചെന്നൈ ആണ്. പോകുന്നത് മുംബൈ ആൻഡ് കൊൽക്കത്ത വഴിയാണ്. സോ നമ്മൾ ഈ ഒരു കണ്ടീഷനിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു, നമ്മൾ എവിടെ നിന്നാണോ ഫുഡ് ബോർഡിൽ കയറ്റുന്ന പ്ലേസ് ഏതാണോ ആ പ്ലേസ് ആയിരിക്കും നമുക്ക് എന്തെന്ന് വരുന്നത്, പ്ലേസ് ഓഫ് സപ്ലൈ ആയിട്ട് വരുന്നത്. സോ ഇവിടെ ഫുഡ് ബോർഡ് ചെയ്യുന്നത് എവിടെ വെച്ചിട്ടാണ്? മുംബൈയിൽ വെച്ചിട്ടാണ്. സോ പ്ലേസ് ഓഫ് സപ്ലൈ എന്തായിരിക്കും? ഓപ്ഷൻ ബി മുംബൈ ആണ്. 10th ക്വസ്റ്റ്യൻ നോക്കാം. മിസസ് എക്സ് ലിമിറ്റഡ് ആൻഡ് ഇന്ത്യൻ ഇമ്പോർട്ടർ
imported certain goods from China in a set of multiple articles, namely product GHI. Product G is liable for 5% customs duty, product H is liable for 8% customs duty, whereas product I is liable for 20% customs duty. What will be the set of products be taxable upon import under the Customs Act 1962 when no separate valuation is available? ഇവിടെ സെപ്പറേറ്റ് വാല്യുവേഷനും കാര്യങ്ങളൊന്നും കസ്റ്റംസ് ആക്ട് പ്രകാരം പറയുന്നില്ല. മൂന്ന് പ്രൊഡക്ട്സിനും എന്താണ് ഡിഫറെന്റ് കസ്റ്റംസ് ഡ്യൂട്ടിയാണ്. പ്രൊഡക്റ്റ് ജിക്ക് 5ഉം എച്ചിന് 8ഉം ഐക്ക് 20%. അങ്ങനെയാണെങ്കിൽ ഏത് റേറ്റ് ആയിരിക്കും നമ്മൾ എടുക്കുക എന്നുള്ളതാണ് ചോദിക്കുന്നത്. So option A at the rate specified for individual products, option B at the rate of 20% being the highest rate, option C at the rate of 5% being the lowest rate, option D at the rate of 11% being the average rate. എന്താണ് ആൻസർ? നമ്മൾ കസ്റ്റംസ് റൂളിൽ പഠിച്ചിട്ടുണ്ട്. സ്പെസിഫിക് ഒരു സെപ്പറേറ്റ് വാല്യുവേഷൻ നമുക്ക് പറയുന്നില്ലെങ്കിൽ നമുക്ക് തന്നിരിക്കുന്ന പ്രൊഡക്റ്റ് കാറ്റഗറിയിൽ ഏറ്റവും ഹയസ്റ്റ് കസ്റ്റംസ് ഡ്യൂട്ടി ഏത് പ്രൊഡക്റ്റിനാണോ വരുന്നത് അതായിരിക്കും നമ്മൾ ഫുള്ളി ചാർജ് ചെയ്യുന്നത്. സോ ഇവിടുത്തെ കേസിൽ 5%, 8%, 20% ഉണ്ട്. ഹയസ്റ്റ് 20% ആണ്. സോ ആൻസർ എന്താണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്. അടുത്തത് 11th ക്വസ്റ്റ്യൻ ആണ്. Every registered person who is required to furnish a return under Section 39, Subsection 1 of CGST Act 2017 and whose registration has been cancelled shall furnish a final return within. അതായത് നമ്മൾ GST രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്തിട്ട് അദ്ദേഹം ഫൈനൽ റിട്ടേൺ എത്ര ഡേറ്റിനുള്ളിലാണ് ഫയൽ ചെയ്യേണ്ടതെന്നാണ്. 3 months ഓഫ് ഡേറ്റ് ഓഫ് ക്യാൻസലേഷൻ ആണോ, 3 months ഓഫ് ദി ഡേറ്റ് ഓഫ് ഓർഡർ ഓഫ് ക്യാൻസലേഷൻ ആണോ, 3 months of the date of cancellation or the date of order of cancellation, whichever is earlier ആണോ, 3 months of the date of cancellation or date of order of cancellation, whichever is later ആണോ. നമ്മളുടെ റൂളിൽ നമ്മൾ ക്ലിയർ ആയിട്ട് പഠിച്ചിട്ടുണ്ട്. അതായത് 3 months ഓഫ് ഡേറ്റ് ഓഫ് ക്യാൻസലേഷൻ അല്ലെങ്കിൽ ഓർഡർ റിസീവ് ചെയ്തിട്ട് ഏറ്റവും വിച്ചവർ ഇസ് ലേറ്റർ ഡേറ്റ് ഏതാണോ അതിനുള്ളിലാണ് നമ്മൾ ഫൈനൽ റിട്ടേൺ സബ്മിറ്റ് ചെയ്യേണ്ടത്. സോ ആൻസർ ഓപ്ഷൻ ഡി ആണ്. അടുത്തത് 12th ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് എ കോമ്പോസിഷൻ ഡീലർ വാണ്ട്സ് ടു വിഡ്രോ വോളണ്ടറിലി ഫ്രം കോമ്പോസിഷൻ സ്കീം ദെൻ ഹി ഷാൽ ഫയൽ ഫോർ. ഐഡിറ്റിയുടെ പേജ് നമ്പർ 113 ഇതിന്റെ ആൻസർ ഉണ്ട്. അദ്ദേഹം കോമ്പോസിഷൻ സ്കീമിലാണ് വോളണ്ടറി ആയിട്ട് വിഡ്രോ ചെയ്യുകയാണെങ്കിൽ CMP 04 ആണ് അദ്ദേഹം സബ്മിറ്റ് ചെയ്യേണ്ട ഫോം. സോ ആൻസർ എന്താണ്? ഓപ്ഷൻ ഡി. അടുത്തത് നോക്കാം. മിസ്റ്റർ തുഷാർ ആൻഡ് എയർ ട്രാവൽ ഏജന്റ് who wants to discharge his liability at special right as per Rule 32 subsection 3 of CGST Rules 2017, how his value service of booking tickets for air travel be determined? ആൻസർ നിങ്ങളുടെ പേജ് നമ്പർ 145 ഉണ്ട്. നിങ്ങൾക്കറിയാം നമ്മൾ എയർ ട്രാവൽ ഏജന്റിന് ഡൊമസ്റ്റിക് ഫെയറിന്റെ 5%ഉം ഇന്റർനാഷണൽ ഫെയറിന്റെ 10%ഉം ആണ് ടാക്സബിൾ. സോ ആൻസർ എന്താണ്? ആൻസർ ഓപ്ഷൻ സി ആണ്. 14th question നോക്കാം. The last date for declaring the details of credit note issued on 27 March 2025 for a supply made on 12 December 2024. നമ്മൾ ക്രെഡിറ്റ് നോട്ട് ഇഷ്യൂ ചെയ്യുന്നതിന്റെ ലാസ്റ്റ് ഡേറ്റ്, ആ സപ്ലൈയുടെ ലാസ്റ്റ് ഡേറ്റ് എപ്പോഴാണ്? നമ്മൾ ക്രെഡിറ്റ് നോട്ട് ഇഷ്യൂ ചെയ്യുന്നത് 27 മാർച്ച് 2023 സപ്ലൈ കൊടുക്കുന്നത് 12th December 2024 ആണ്. സോ അറിയാലോ ക്രെഡിറ്റ് നോട്ടിന്റെ നമ്മൾ നെക്സ്റ്റ് ഡ്യൂ ഡേറ്റ്, അതായത് മെയിൻ റിട്ടേൺ നമ്മൾ ഫയൽ ചെയ്യുന്നതിന്റെ മുന്നെയാണ് ക്രെഡിറ്റ് നോട്ടിന്റെ ലാസ്റ്റ് ഡേറ്റ്, ക്രെഡിറ്റ് നോട്ടിന്റെ ഡീറ്റെയിൽസ് നമ്മൾ എന്താ പറയുക ഡിക്ലെയർ ചെയ്യേണ്ടത്. സോ ആൻസർ ഓപ്ഷൻ ഡി ആണ്. 30th November നെക്സ്റ്റ് 2025. ആ ഫിനാൻഷ്യൽ ഇയർ കഴിഞ്ഞിട്ട് വരുന്ന റിട്ടേൺ ഫയൽ ചെയ്യേണ്ടത് 30th November സോ ഓപ്ഷൻ ഡി ആണ് ആൻസർ. 15th question നോക്കുക. As per customs valuation, determination of price of imported goods rules 1988, the term similar goods means imported goods. Customs valuation പ്രകാരം ഈ താഴെ പറയുന്നതിൽ ഏതിനെയാണ് സിമിലർ ഗുഡ്സ്, ഇമ്പോർട്ടഡ് ഗുഡ്സിൽ സിമിലർ ഗുഡ്സ് നമ്മൾ ക്ലാസിഫൈ ചെയ്ത് പറയുന്നത്? വിച്ച് ഓൾദോ not alike in all respect have all characteristics and like component material which enable them to perform the same functions, which were produced by same person who produced the goods being valued, which were produced in the country in which the goods being valued were produced, and option D,
ഓൾ ഓഫ് ദി എബവ്. നിങ്ങൾ സിമിലർ ഗുഡ്സിന്റെ ഏതൊക്കെയാണ് സിമിലർ ഗുഡ്സ് എന്നുള്ള ഡീറ്റെയിൽ ക്ലിയർ ആയിട്ട് പഠിച്ചിട്ടുണ്ട്. നമ്മൾ മേലെ പറഞ്ഞ ഓപ്ഷൻ എയും ബിയും സിയും സിമിലർ ഗുഡ്സിന്റെ കാറ്റഗറിയിൽ വരുന്നതാണ്. ആൻസർ എന്താണ്? ഓപ്ഷൻ ഡി, ഓൾ ഓഫ് ദി എബവ് ആണ്. എല്ലാവർക്കും ഈ ഒരു ക്ലാസ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ബോക്സിൽ പോസ്റ്റ് ചെയ്യാം കേട്ടോ. സോ നെക്സ്റ്റ് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. സോ താങ്ക് യു.